ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് നേരെ ഒരു ചെറിയൊരു യാത്ര പോവാണ്. നമ്മൾ സാധാരണ മെട്രോ ഇപ്പോൾ ഇതുവരെയും കയറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും വാട്ടർ മെട്രോയിൽ കയറാൻ പറ്റുമെന്ന് വിചാരിച്ചാലും നമ്മൾ പ്ലാൻ ചെയ്ത് വന്നതല്ല. ആക്ച്വലി നമ്മൾ ഈ കൊച്ചി ഇങ്ങോട്ട് വന്ന സമയത്തേക്ക് കണ്ടപ്പോൾ എന്തായാലും കയറാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കയറാൻ പോകുന്നതാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 30 മിനിറ്റ് യാത്ര, 40 രൂപ അല്ലേ റേറ്റ് പറയുന്നത്. 40 രൂപയാണ് റേറ്റ് പറയുന്നത്. അതായത് നമ്മുടെ ഹൈക്കോർട്ട് വരെ 40 രൂപ. അത് കഴിഞ്ഞ് തിരിച്ച് അവിടെ നിന്ന് നമ്മൾ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരിക. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഏകദേശം 1 മണിക്കൂറുള്ള യാത്രയാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈമാണ്. ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വാട്ടർ മെട്രോയിലുള്ള കാഴ്ചകളാണ് ഈ ഒരു വീഡിയോ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എറണാകുളത്ത് ഞാനും അഖിൽ സ്റ്റേ ചെയ്തിരുന്നത് തേവരയിലായിരുന്നു. തേവരയിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്ററാണ് നമുക്ക് ഫോർട്ട് കൊച്ചിയിലോട്ടുള്ള ദൂരം കാണിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോയുടെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഇതുവഴിയാണ് അകത്തേക്ക് കയറാനുള്ളത്. കയറിയിട്ട് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് മെട്രോയിലോട്ട് കയറാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടിക്കറ്റിന് 40 രൂപയാണ് ഹൈക്കോർട്ട് വരെയുള്ള ചാർജ്. അവിടുന്ന് റിട്ടേൺ 40 രൂപ, ടോട്ടൽ 80 രൂപയാണ്. 1 മണിക്കൂർ ഉള്ള യാത്രയാണ്. ഈ കാണുന്നതാണ് റൂട്ട് മാപ്പ്. അങ്ങനെ നമ്മൾ മെട്രോ കയറാനുള്ള ടിക്കറ്റ് എടുത്തായിരുന്നു. നമ്മുടെ ATM കാർഡ് പോലത്തെ ഒരു കാർഡാണ് നമുക്ക് ടിക്കറ്റായിട്ട് നമുക്ക് കിട്ടിയത്. ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഹാളിൽ തന്നെ നമ്മൾ കയറാൻ പോകുന്ന വാട്ടർ മെട്രോ ബോട്ടിൻ്റെ ഒരു മാതൃക ചെയ്തു വച്ചിട്ടുണ്ട്. ഏകദേശം 12:45 നമ്മൾ ടിക്കറ്റ് എടുത്ത് അവിടെ വെയിറ്റ് ചെയ്തത്. അടുത്ത ബോട്ട് സർവീസ് വരുന്നത് 1 മണിക്കാണ്. അപ്പോൾ നമ്മൾ 15 മിനിറ്റോളം അവിടെ വെയിറ്റ് ചെയ്തു. നമ്മുടെ ബോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ബോട്ടിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ കയറാൻ പോകുന്ന ഈ മെട്രോ ബോട്ടിൽ 50 പേർ സഞ്ചരിക്കാവുന്ന പാസഞ്ചർ ബോട്ടാണ്. പിന്നെ 100 പേർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ബോട്ടും അവൈലബിൾ ആണെന്നാണ് അറിഞ്ഞത്. പക്ഷേ നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് 50 പേർക്ക് പോകാൻ പറ്റുന്ന ബോട്ടിലാണ്. നമ്മളിവിടെ ടിക്കറ്റ് കാണിച്ചിട്ട് അവർ 50 പേരെ എണ്ണി അതിനകത്തോട്ട് കയറ്റിയിട്ട് ബാക്കിയുള്ളവർ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് അടുത്ത ബോട്ട് വരുമ്പോഴാണ് കയറ്റുന്നത്. നമ്മളീ കാണുന്നത് ഫോർട്ട് കൊച്ചിയിലെ പ്രധാനപ്പെട്ട ആകർഷണങ്ങളിലൊന്നായ ചീനവലയാണ്. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. കൊച്ചി മെട്രോ പ്രവർത്തനം ആരംഭിക്കുന്നത് 2023 ഏപ്രിൽ 26-നാണ്. ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഇലക്ട്രിക് ബോട്ടുകളാണ് കൊച്ചി മെട്രോയുടെ സർവീസിനായി ഇവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ കൊച്ചി മെട്രോ ബോട്ടിനെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് 50 പേർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ബോട്ടിലാണ്. ഏകദേശം 100 പേർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ബോട്ടുകളും ഇവിടെ സർവീസിനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കയറിയത് 50 പേർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ബോട്ടിലായതുകൊണ്ട് തന്നെ ആദ്യമേ കയറി എല്ലാവരും സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ ഞാനും അഖിലും കൂടെ ഇപ്പോൾ നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ നിന്നത് ഡ്രൈവർ ക്യാബിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. നമുക്കിവിടെ നിന്നുകൊണ്ട് ഡ്രൈവർ ക്യാബിൻ കാണാൻ പറ്റുന്നുണ്ട്. ഏകദേശം 8 നോട്ടിക്കൽ മൈൽ സ്പീഡിലാണ് ഈ വാട്ടർ മെട്രോ ബോട്ട് സഞ്ചരിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ഹൈക്കോർട്ട് വാട്ടർ മെട്രോയുടെ ആ ഒരു സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 5-10 സെക്കൻഡിനുള്ളിൽ അങ്ങോട്ടെത്തും. അപ്പോൾ നമ്മളിനി അവിടെ ഇറങ്ങിയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. നമ്മളിപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കയറി ഇപ്പോൾ നമ്മൾ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് നമ്മൾ
ഇവിടുത്തെ കാഴ്ചകൾ അങ്ങോട്ട് കാണാം. അങ്ങനെ നമ്മളിപ്പോൾ ഹൈക്കോർട്ട് മെട്രോയിൽ നിന്ന് ഇറങ്ങി. ഹൈക്കോർട്ട് മെട്രോയിൽ ഫ്രണ്ടിൽ കൂടെ ഉള്ള ചെറിയൊരു നടപ്പാതയുണ്ട്. ആ നടപ്പാതയിൽ കുറച്ച് ദൂരം നടന്നിട്ട് നമ്മൾ ഇവിടെ ഇരിക്കുകയാണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലൊക്കെ ഇപ്പോൾ ബാക്കിലൊക്കെ ബോട്ടുകൾ നിർത്തിയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. സ്പീഡ് ബോട്ടും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. എടാ, നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇതിൻ്റെ എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് മെട്രോയിൽ കയറിയത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. സാധാരണ ഒരു ബോട്ടിൽ കയറി ആദ്യമായിട്ടാണ് ഫുള്ളായിട്ട് എ സി ഉള്ള ഒരു ബോട്ടിൽ വരുന്നത് അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് ലൈഫിൽ ആദ്യമായിട്ടാണ് എ സി ഒരു ഇതാക്കി കയറുന്നത്. 50 പേരെ അതിനകത്ത് കയറ്റുള്ളൂ ഒരു ടൈം. അതാണ് പ്രശ്നം. ഇനിയും നമ്മൾ അരമണിക്കൂർ ഇടവിട്ടാണ് നമുക്ക് നമ്മുടെ കൂടെ ക്യൂ നിന്നവർ കറക്റ്റ് നമ്മൾ രണ്ടുപേരും കഴിഞ്ഞപ്പോൾ തന്നെ ആ ക്യൂ കട്ടായി ബാക്കിയുള്ളവരവിടെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അതെ അതെ അതെ. അതായത് നമുക്ക് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ 12:45 അവിടെ എത്തി. നമ്മൾ വെയിറ്റ് ചെയ്തു. ഏകദേശം ഒരു 15 മിനിറ്റോളം വെയിറ്റ് ചെയ്തു. അത് പിന്നെ സമയം പോകുന്ന അറിയത്തില്ല. അത് വേറൊരു കാര്യം. നമ്മൾ ആദ്യമായിട്ട് വരുന്നതിൻ്റെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എന്തായാലും നല്ല രസമുണ്ട്. എന്തായാലും ഇവിടെ വരുന്നവർ ജസ്റ്റ് ഒരു 40 രൂപയേ ഉള്ളൂ. നമുക്കൊരു മെട്രോയിൽ കയറുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. തീർച്ചയായിട്ടും. എന്തായാലും നിങ്ങൾ ഇവിടെ എത്തുകയാണെങ്കിൽ ഉറപ്പായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട് സംഭവം തന്നെയാണ്. ഇവിടെ നിന്ന് ഒരുപാട് സർവീസ് മുമ്പ് ഉണ്ടായിരുന്നെന്നാണ് അവർ പറയുന്നത്. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ നിങ്ങളുടെ വീഡിയോയിൽ ആദ്യം കണ്ടല്ലോ. കുറേ സർവീസസ് കട്ട് ചെയ്തിട്ടുണ്ടല്ലേ? ഇപ്പോൾ ഹൈക്കോർട്ട് സർവീസ് മാത്രമേ ഉള്ളതെന്നാണ് അവിടെ അന്വേഷിക്കാൻ പറഞ്ഞത്. നമുക്ക് ഒരിടത്തും പോകാനായിട്ടല്ലല്ലോ ഈ മെട്രോയിൽ കയറുക എന്നൊരു ലക്ഷ്യത്തോടെ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് മാത്രം. ഏത് റൂട്ടായാലും നമുക്കൊരു പ്രശ്നമില്ല. വരിക, കാണുക, പോവുക. ഹൈക്കോടതി ജംഗ്ഷനിലുള്ള ആ ഒരു നടപ്പാത നമ്മൾ നേരെ നടന്നു കയറി ചെല്ലുന്നത് എറണാകുളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്പോട്ടായ മറൈൻ ഡ്രൈവിലോട്ടാണ്. നമ്മളിപ്പോൾ ചെല്ലുന്ന ഈ ഒരു സമയം എന്ന് പറയുന്നത് 1:30 മണിയായിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെയിലും ചൂടുമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെന്ന സമയത്ത് അധികം ആൾക്കാരൊന്നും അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ ഞാനും അഖിലും കൂടെ മറൈൻ ഡ്രൈവിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. അപ്പോൾ ഏകദേശം 3/4 മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തു. നമ്മൾ നേരെ ഹൈക്കോടതി ജംഗ്ഷനിലോട്ട് വീണ്ടും എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ ടിക്കറ്റ് എടുത്തിട്ട് ഫോർട്ട് കൊച്ചിയിലോട്ട് പോവാം. അവിടെയാണ് നമ്മുടെ ബൈക്ക് ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. നമ്മൾ വീണ്ടും യാത്രയാവുകയാണ് ഇവിടുന്ന് ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലോട്ട്. നമ്മൾ നേരത്തെ ഫോർട്ട് കൊച്ചിയിൽ നിന്നും നമ്മുടെ ഹൈക്കോടതിയിലോട്ട് വന്ന അതേ റൂട്ടല്ല നമ്മൾ തിരിച്ചു പോകുന്നത്. ഇപ്പോൾ വേറെ റൂട്ടിലാണ് പോകുന്നത്. നമ്മളിപ്പോൾ പോകുന്ന റൂട്ടിൽ നമുക്ക് ബോൾഗാട്ടി പാലസ്, അതായത് കുറേ സിനിമകളിലൊക്കെ ഷൂട്ടിംഗ് നടന്ന ബോൾഗാട്ടി പാലസിൻ്റെ ആ ഒരു സൈഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വന്ന വഴി ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ പോകുന്നത് വേറെ റൂട്ടിലാണ്. അപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സൈഡിൽ പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
അങ്ങനെ നമ്മളിപ്പോൾ ഫോർട്ട് കൊച്ചി സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നേരെ ടിക്കറ്റ് പഞ്ച് ചെയ്ത് നമ്മൾ നേരെ പുറത്തോട്ടിറങ്ങി. അങ്ങനെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.